ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ സ്ത്രീ 2 എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് കണ്ടവർക്കും പിന്നെ ബേഡിയെ കണ്ടവർക്കും മാത്രമേ ഇത് കണ്ട കാര്യമുള്ളൂ. ഇത് യൂണിവേഴ്സാണ്, ഒരു ഹൊറർ യൂണിവേഴ്സാണ്, ഒരു വളരെ നീറ്റായിട്ട് പോകുന്നൊരു യൂണിവേഴ്സാണ് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന യൂണിവേഴ്സാണ്. പടം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ആക്ച്വലി. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, കിട്ടില്ല. കോമഡി പ്ലസ് ഹൊററാണ് ഇതിനെ മുന്നിട്ട് നിൽക്കുന്നത്. നമ്മൾ ആ ഹൊറർ പേടിച്ചെങ്ങ് വരാൻ നേരത്ത് പെട്ടെന്നൊരു സ്പോട്ടിൽ കോമഡി ഇടും. അങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ പോണത്. പക്ഷേ അത് സെറ്റായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഡയറക്റ്റഡ് ബൈ അമർ കൗശിക്. യെസ്, ഡയറക്ടർ ഓഫ് ബേഡിയ ഡയറക്ടറാണ്. റിട്ടൺ ബൈ നൈരൻ ഭട്ട്. പിന്നെ മെയിൻ ആക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധ കപൂർ, രാജ്കുമാർ റാവു എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ കിട്ടില്ല വാച്ചിങ് പെർഫോമൻസ് ആയിരുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സിൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സീൻസൊക്കെ വരാൻ നേരത്ത് അവിടെ കുറച്ച് വേണ്ടാത്ത കോമഡിയൊക്കെ ഇടാൻ ശ്രമിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് വേണ്ടായിരുന്നു എനിക്ക് തോന്നി പേഴ്സണലി. പിന്നെ പങ്കജ് ത്രിപാഠി ഒരു രക്ഷയില്ല. അങ്ങേര് എന്ത് റോൾ ചെയ്താലും അങ്ങേര് സെറ്റ് അടുങ്ങ് ചെയ്തിട്ട് അങ്ങേര് പണിയാക്കി പോകും. അതാണ് പങ്കജിൻ്റെ പ്രത്യേകത. ആ ഒരു സിമ്പിൾ മനുഷ്യനാണ്, പക്ഷേ ആ സിനിമയിലും ആ ഒരു സിംപ്ലിസിറ്റി പുള്ളിക്കാരൻ്റെ ജോലി അത് സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ മ്യൂസിക് സോങ്സ് ബൈ സച്ചിൻ ജിഗാർ. സോങ്സ് വൈസ് ഓക്കെ, സോങ്സ് ആയിട്ടെന്ന് വെച്ചാൽ ഒരു 3-4 സോങ്സ് കുത്തിക്കേറ്റ് വെച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എടുത്ത് പറയുകയാണെങ്കിൽ അതിൻ്റെ BGM സ്കോറാണ്. BGM സ്കോർ സ്റ്റൺ ബൈ ജസ്റ്റിൻ വർഗീസ്. യെസ്, മലയാളിയാണ്. ത്രൂ നമുക്കെല്ലാവർക്കും അറിയാം. ചാവേറിലെ മ്യൂസിക് ഡയറക്ടറാണ്, ക്രിസ്റ്റഫറിലെ മ്യൂസിക് ഡയറക്ടറാണ്, ജോജി, പിന്നെ ഇപ്പം അജയചാന്ദ്രം, ഇതിലൊക്കെ മ്യൂസിക് ഡയറക്ടറാണ്. പുള്ളിക്കാരാണ് ഇതിലത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല, കിഡിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയായിരുന്നു, എടുത്ത് പറയണം. പിന്നെ ഇതിൻ്റെ വിഷ്വൽസ് അടിപൊളി വിഷ്വൽസ് ആയിരുന്നു, കിഡിലും വിഷ്വൽസ് ആണ്. നമ്മൾ വിചാരിക്കും ഇത് എവിടെ കൊണ്ട് എത്തും എന്നുള്ള കാര്യം നമുക്ക് ആക്ച്വലി പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാം പൊട്ടുപോലെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കും, അതാണ് എല്ലാം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നിസ്സാര സ്റ്റോറിയാണ്. പക്ഷേ ഇതിൽ പിടിച്ചിരിക്കുന്നതിൻ്റെ മേക്കിങ്ങിലാണ് സംഭവം. അടിപൊളി മേക്കിംഗ് ആയിരുന്നു. ഇതിൽ എടുത്തു പറഞ്ഞ ഒരു വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടത്തിൻ്റെ സൗണ്ട് എഫക്ട്സ് ആണ്. മൈൻഡ് ബ്ലോയിങ് സൗണ്ട് എഫക്ട്സ് ആയിരുന്നു. അത്ര ഒരു എഡ്ജ് ആ ഹൊറർ മൂഡിൽ നമുക്ക് കൊണ്ടുതരും ആ ഒരു സൗണ്ട് എഫക്ട്സ്. ഒരു രക്ഷയില്ല. എസ്പെഷ്യലി ആ ആദ്യത്തെ 2 മിനിറ്റ് മിസ് ചെയ്തത് ഭയങ്കര ക്രൂഷ്യലാണ്. അത് സെറ്റ്, അത് വൻ സാധനമായിരുന്നു. അത് കിടിലം. അതാണ് നമ്മളെ എൻ്റെ അമ്മോ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുന്ന ആ ഒറ്റ ഒരു സാധനമാണ്. പിന്നെ ഒരുപാട് ഒരു 2-3 ക്യാമിയോസ് ഉണ്ട്. അതിൽ ഒരു ക്യാമിയോ അടുത്ത പാട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് വരാൻ പോകുന്നത്. അതാരെന്ന് ഞാൻ പറയുന്നില്ല, ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ആ പൊളിക്കും. ആ ക്യാമിയോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്കറിയാം ബാക്കി എല്ലാ കാര്യങ്ങളും ട്രെയിലറിൽ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. അടിപൊളി സാധനം വരുന്നത്. എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ നമുക്ക് അടിപൊളി. എനിക്ക് ആ സ്ത്രീയുടെ ആ ഒരു ഹൊറർ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. കാരണം അത് പുള്ളിക്കാരി ആ സ്ത്രീ എന്ന് പറഞ്ഞ ആ സാധനം എവിടെ വന്ന് അങ്ങോട്ട് തല്ല ഇങ്ങോട്ട് തല്ല നമ്മളത് പേടിക്കുക തന്നെ ചെയ്യും. കാരണം അങ്ങനെയാണ് നമ്മൾക്ക് മനസ്സുകൊണ്ട് വന്നിട്ടുള്ളത്. സോ ആ സൗണ്ട് എഫക്ട്സും ആ ഒരു അതിൻ്റെ ഒരു അലർച്ചയും അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഉള്ളിൽ തട്ടും. ആ ഒരു പേടി ഉള്ളിൽ തട്ടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തട്ടി. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. പടം നൈസ്, ഐ റിയലി എൻജോയ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. ആ ഒരു രാജ്കുമാറിൻ്റെ അവസാനത്തെ ആ ക്ലൈമാക്സിലെ ഒരു കോമഡി സീൻസ് മാത്രം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഓവർ സീൻസ് ആയിപ്പോയി. രാജ്കുമാറിൻ്റെ മാത്രം ഒരു 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 30 സെക്കൻഡേക്കുള്ള ഒരു സംഭവം അതെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പടം നൈസാണ്. നമുക്കൊരു യൂണിവേഴ്സൊക്കെ തമ്മിലുള്ള ജോയിൻ്റായ സ്ഥിതിക്ക് ആ ഒരു സെറ്റപ്പ് കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ സാധനം വർക്കൗട്ടായിട്ടുണ്ട്. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതിൽ എൻജോയ് ദ മൂവി. പക്ക തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ മീൻസ് ഒരു സെറ്റ് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നല്ല ജിൽ ജിഗ. കാരണം ഹൊറർ ഫീലൊക്കെ സെറ്റ് സാധനമാണ്. യു ഡെഫിനറ്റ്ലി ഗോണ എൻജോയ് ദിസ്. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം KC എല്ലാം ആവട്ടെ.
ബൈ.